ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം, വേറൊരു സുവിശേഷം, അനദർ ഗോസ്പൽ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. ലെറ്റർ ടു ഗലീഷ്യൻസ് chapter 1 verse 6. I marvel that you are so soon removed from him that called you into the grace of Christ and to another gospel. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. പരിശുദ്ധാത്മാവ് ദൈവമേ, ദൈവവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചവനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഇനി അധിക നിമിഷങ്ങളില്ല. അതേത് സമയവും സംഭവിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ആനുകാലിക സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം എഴുതിത്തന്ന സുവിശേഷമല്ല പലയിടങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുന്നത്. അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. സ്തോത്രം. ഇന്നും സുവിശേഷത്തിൽ മായം ചേർത്ത് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സുവിശേഷമാണ് ഇതെന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവന്റെ കാര്യം പോക്ക. പിന്നെ അവനെ ആ പരിസരത്ത് അടുപ്പിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്നതാണ്. അതിനെ മാറ്റാനോ അതിനോട് കൂട്ടിച്ചേർക്കാനോ സാധിക്കുകയില്ല. മറ്റൊരു സുവിശേഷമാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്നറിയണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള സുവിശേഷം പരിശുദ്ധാത്മാവ് എഴുതി തന്ന വചനം പഠിക്കണം, അത്
പഠിപ്പിക്കണം. സ്തോത്രം. അനദർ ഗോസ്പൽ മറ്റൊരു സുവിശേഷമാണ്. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, സത്യം അറിഞ്ഞവൻ സത്യം പറയട്ടെ, സ്വപ്നം കണ്ടവൻ സ്വപ്നം വ്യാഖ്യാനിക്കട്ടെ. ഗലാത്യ ലേഖനം 5-ാം 7-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ സഭയിലേക്ക് അമാസ് ഇപ്പൊ നുഴഞ്ഞു കയറുന്ന പോലെ നുഴഞ്ഞു കയറിയോടുകൂടി സഭയുടെ ആ ഒറിജിനൽ സ്ട്രക്ചർ നഷ്ടപ്പെട്ടു. ദൈവവചനത്തിന്റെ ആ ഒറിജിനൽ കോപ്പി നഷ്ടപ്പെട്ടു. സഭാചരിത്രത്തിൽ ദൈവത്തിന്റെ സത്യവചനം കത്തിച്ചു കളഞ്ഞ ചരിത്രമുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്തത്? ദൈവത്തിന്റെ തിരുവചനത്തിന്റെ സത്യം ലോകം അറിയാതിരിക്കാൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ള കാരണത്താൽ എത്രയോ മനുഷ്യരെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാലും സത്യത്തെയും സൂര്യനെയും മൂടി വെക്കാൻ പറ്റില്ല. നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇപ്പോഴും തടുക്കുന്നുണ്ട്. നമ്മളുടെ പാരമ്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. മറ്റത് പെന്തക്കോസ്തക്കാരുടെ ബൈബിളല്ലേ, നമ്മുടെ ബൈബിളല്ല. ഇപ്പോഴും 2 തട്ടിലിങ്ങനെ അടുക്കി വെച്ചിരിക്കുക ബൈബിൾ. പെന്തക്കോസ്തക്കാരൻ്റെ ബൈബിളും പാരമ്പര്യ വിശ്വാസത്തിന്റെ ബൈബിളും എന്നും പറഞ്ഞു. അനദർ സുവിശേഷം, മറ്റൊരു സുവിശേഷം. സങ്കീർത്തനങ്ങൾ 106-ന്റെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ് വചനം എഴുതിയെങ്കിൽ അത് വ്യാഖ്യാനിക്കേണ്ടത് ആരാ? ഞങ്ങൾ സഭയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്. അല്ലല്ലല്ല, സഭയല്ല വചനം വ്യാഖ്യാനിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇന്നിപ്പം നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നിപ്പോൾ സഭ പറയുന്നത് പരിശുദ്ധാത്മാവ് അനുസരിക്കേണ്ട ഗതികേടായി. ആ ഒരു ഗതികേട് ഒരിക്കലും പരിശുദ്ധാത്മാവിന് ഉണ്ടാകത്തില്ല. സ്തോത്രം. ചിലർ പറയുന്നത് സഭ പറയുന്നത് പോലെ വേണം അനുസരിക്കാനെന്നാണ്. അപ്പൊ സഭ തെറ്റ് പഠിപ്പിച്ചാൽ അത് ശരിയാണെന്ന് ഏറ്റുപറയണമെന്നാണോ? മസ്തിഷ്കക്ഷാളനമെന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത്. അതെപ്പോഴാണ് നടക്കുന്നതെന്നറിയാമോ? കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ കള്ളത്തരം പറഞ്ഞ് പഠിക്കുന്നത്. 10 കൽപ്പന എത്ര എണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ബൈബിളിൽ 10 കൽപ്പന കറക്റ്റായിട്ടുണ്ട്, പക്ഷേ സഭകളിൽ പഠിപ്പിക്കുന്നത് 9 കൽപ്പനകളാണ്. പിന്നെ എങ്ങനെയാ ഈ 9 കൽപ്പന 10 അവസാനത്തെ കൽപ്പന കുറച്ച് നീളമുള്ളതാ, അത് വെട്ടിയെടുത്ത് മുന്നോട്ടിട്ട് 10 അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയുന്നത് 29:13, ഐസായ 29:13, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പന എത്രേ. ഈ ചേമ്പലയും വെള്ളം പോലെ കിടക്കുന്നേ. അധരം കൊണ്ട് സ്തുതിക്കും, പക്ഷെ ഹൃദയം കർത്താവിൽ നിന്ന് അകലെയാ. ഹൃദയം കർത്താവിലേക്ക് വരണമെങ്കിൽ സഹോദര സഹോദരി കറക്റ്റായിട്ടുള്ള സുവിശേഷത്തിലേക്ക് വാ. ഈ മാനുഷികമായ പാരമ്പര്യം പഠിപ്പിച്ചു തന്ന ഒരു സുവിശേഷമുണ്ടല്ലോ, അതാ നീ ഇപ്പോൾ അനുസരിക്കുന്നേ. അതനുസരിച്ചാൽ നിത്യതയിലെത്തില്ല. അതനുസരിച്ചാൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകത്തില്ല, പക്ഷെ പള്ളിയിലെ പുസ്തകത്തിൽ പേര് കാണും. 1 തിമോത്തി 1-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതാകുന്നു. സ്തോത്രം. കെട്ടുകഥകൾ ഒത്തിരി ഉണ്ട്. ക്രിസ്തീയ ലോകത്തിൽ കെട്ടുകഥകൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദുരുപദേശവും അതേപോലെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. വചനം തർക്കിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. ഇന്ന് ചില സുവിശേഷ പ്രഘോഷകർ എന്ന് പറയപ്പെടുന്ന പ്രഘോഷകർ വെല്ലുവിളിക്കുക. ജനം കൺഫ്യൂഷനിലാണ്. നമ്മൾ പറയുന്നതാണ് സുവിശേഷം, മറ്റുള്ളവരെ ശ്രമിക്കരുത്. അവര് കർത്താവ് പറയുന്നതല്ല, അവർക്ക് അവരുടേതായ പഠിപ്പിക്കലുണ്ട്. സ്തോത്രം. നമ്മൾ സഭ പറയുന്നതാണ് വചനം.
മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ അനുസരിക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ പറയുന്നതേ ഞങ്ങൾ അനുസരിക്കുള്ളൂ, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറയുന്നതേ ഞങ്ങൾ അനുസരിക്കുള്ളൂ. കാരണം അച്ഛൻ പറയുന്നതാണ് വേദവാക്യമെന്ന്. എൻ്റെ പൊന്നച്ഛ, വേദം പഠിച്ചിട്ട് വേണം വാക്യം പറയാൻ, ഇല്ലെങ്കിൽ ജനം അച്ഛനെ വേദം പഠിപ്പിക്കും. ഇന്ന് സാധാരണ പുരോഹിതനേക്കാൾ ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. സ്തോത്രം. കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നോടുകൂടി ജനത്തിന്റെ കയ്യിൽ ബൈബിൾ എത്തി. ഇനി സത്യം മറച്ചു വെക്കാൻ പറ്റത്തില്ല. അത് മറച്ചു വെച്ച് പഠിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് തിരുത്തിക്കും. ജനം സത്യമറിഞ്ഞ് സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. കാരണം തന്റെ ജനത്തിന് വേണ്ടി രക്തം ചിന്തിയത് ഒരു സഭയല്ല, ഒരു സഭാ നേതൃത്വമല്ല, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവാണ്. ആ കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്നത് തന്റെ വചനത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം 2 തിമോത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഗലാത്യലേഖനം 3:1. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? അയ്യോ, ഈ ക്ഷുദ്രം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഗോളത്തിലെ ഈ ക്ഷുദ്രപ്രവൃത്തിയുടെ കാര്യമാണ് പറഞ്ഞ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണം എന്തെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൈക്കീഴിൽ പഠിക്കണം. ദൈവത്തിന്റെ വചനം മനുഷ്യൻ പഠിപ്പിച്ചാൽ തെറ്റും, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാൽ തെറ്റ് തിരുത്തി തരും. ഇത്രയും പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ നീങ്ങിയതെങ്ങനെ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. സ്തോത്രം. കർത്താവിന്റെ യഥാർത്ഥ സഭയിലെ അംഗമായിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വിളമ്പിത്തരുന്ന തിരുവചനം ഭക്ഷിച്ചുകൊണ്ട് ബലം പ്രാപിക്കാം, ശക്തി പ്രാപിക്കാം, മുന്നോട്ട് നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് തന്ന ഈ പുതിയ ദിനത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് അവിടുത്തെ പ്രാകാരങ്ങളിലേക്ക് ഞങ്ങളെ ആകർഷിച്ച് അടുപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേക അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളെ മാവ് കുഴക്കുന്ന തുരുത്തിയെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കൾ ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നടക്കാൻ അവരെ സഹായിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. അന്യരാജ്യങ്ങളിൽ കർത്താവ് ജോലിക്കായി പോയിട്ട് ആ ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ജോലി ലഭിക്കാതെ ആ രാജ്യത്ത് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ഒത്തിരി വിഷയങ്ങൾ, പ്രശ്നങ്ങളുള്ള മക്കളുണ്ട് കർത്താവേ. അവരെയെല്ലാം ഈ പ്രത്യേകമായി തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുത്തെ സാന്നിധ്യത്താൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, ഐക്യത ഉണ്ടാകട്ടെ, വിശുദ്ധി ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവേ, ഹല്ലേലൂയ അവിടുത്തെ തന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്.
ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മോട് യേശു ജീവിക്കുന്നു.